ടെക്സ്റ്റ് ബുക്കിലെ തുടർ പ്രവർത്തനത്തിലുള്ള ഒരു വെബ് പേജ് നമുക്ക് നിർമ്മിച്ചു നോക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷനിൽ ആക്സസറീസിൽ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുക. സാധാരണയായ ഒരു വെബ് പേജിന് വേണ്ട മിനിമം കാര്യങ്ങൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഡോക് ടൈപ്പ് HTML, സാധാരണ HTML തുടങ്ങുന്നത് HTML എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. HTML/HTML ഇതിന് രണ്ട് ഭാഗങ്ങളാണ്, ഹെഡ് അതുപോലെ ബോഡി. ആദ്യ ഭാഗം ഹെഡ് /head അതുപോലെ body/body. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോഗ്രാമിൽ ചില ലിസ്റ്റുകൾ ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ H2 എന്ന ഹെഡിങ് ഉപയോഗിച്ച് ടാഗ് ഉപയോഗിച്ച് സ്കൂളിൻ്റെ പേര്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ എഴുതാവുന്നതാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ. /H2 ഇത്രയും ചെയ്ത് ഇത് നമ്മൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫോൾഡറിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന ഫോൾഡറിൽ, വെബ് പേജിന് വേണ്ടി ഉണ്ടാക്കിയ ഫോൾഡറിൽ ഇതിന് നമുക്കൊരു ഹോം വർക്ക് എന്ന hw.html എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10ലെ വെബ് പേജിലെ ഹോം വർക്ക് hw.html എന്ന ഈ ഫയൽ മോസില്ലയിലും തുറക്കാം. ഇപ്പോൾ നമുക്കൊരു രണ്ട് ഭാഗവും ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് എഡിറ്റർ, ഇത് അതിൻ്റെ ഫയൽ കാണുന്ന ഭാഗം HIGH ഹൈസ്കൂൾ. ഇവിടെ സേവ് ചെയ്യാം, അതുപോലെ ഇവിടെ റീലോഡ് ചെയ്യാം. ഇനി ഇതിൽ നൽകിയിട്ടുള്ള ഓരോ ഭാഗങ്ങൾ നമുക്ക് നൽകാം. H3 ആക്ടിവിറ്റീസ് ഓഫ് IT ക്ലബ്ബ്. H3 ആക്ടിവിറ്റീസ് ഓഫ് IT ക്ലബ്ബ്. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അടുത്ത വരിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ടിവിറ്റീസ് ആയിട്ട് ഇതിലുള്ളത്? P എന്ന ടാഗ് ഉപയോഗിച്ച്, പാരഗ്രാഫ് ടാഗ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. P/P ഇത് ഒന്ന് കോപ്പി ചെയ്യാം. Ctrl+C, Ctrl+V. ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് ട്രെയിനിങ് ഓൺ കമ്പ്യൂട്ടർ ഗെയിംസ് ടു പ്രൈമറി ചിൽഡ്രൻസ്. ട്രെയിനിങ് ഓൺ കമ്പ്യൂട്ടർ ഗെയിംസ്. ട്രെയിനിങ് ഓൺ കമ്പ്യൂട്ടർ ഗെയിംസ്. രണ്ടാമത് മെയിൻ്റനൻസ് ഓഫ് കമ്പ്യൂട്ടർ ലാബ്. മെയിൻ്റനൻസ് ഓഫ് കമ്പ്യൂട്ടർ ലാബ്. അതുപോലെ ഇൻസ്റ്റാളേഷൻ ഓഫ് IT സ്കൂൾ ഉബുന്തു.
ഇൻസ്റ്റാളേഷൻ ഓഫ് IT at സ്കൂൾ ഉബുന്തു. മറ്റൊന്ന് ഹാർഡ്വെയർ ക്ലിനിക്ക്. ഒരെണ്ണം കൂടി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. നമ്മളിവിടെ എൻ്റർ അടിക്കുന്നു. Ctrl+V നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സെമിനാർസ് ഇത്രയും നൽകി സേവ് ചെയ്യുന്നു. ഇവിടെ ഇത് റീലോഡ് ചെയ്താൽ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ വെബ് പേജിലേക്ക് വരുന്നു. ഇനി നമുക്കറിയാം ഇവിടെ വിവിധ സ്റ്റൈലുകൾ CSS ആയി നൽകിയിട്ടുണ്ട്. അത് ഓരോന്നായി നമുക്ക് ഇതിൽ കൊണ്ടുവരാം. ആദ്യമായി ഈ സ്കൂളിൻ്റെ പേരെഴുതിയത് മുതൽ അവസാനം വരെ ഉള്ള ഭാഗത്ത് നമ്മൾ div എന്ന ഒരു സ്റ്റൈൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബോഡി എന്ന ഈ ഭാഗത്ത് div എന്ന സ്റ്റൈൽ നൽകിയിട്ടുണ്ട്. അത് അവസാനിക്കുന്നത് നമുക്കറിയാം /div എന്നാണ്. ഈ div നമുക്കിവിടെ ഡിഫൈൻ ചെയ്യേണ്ടത് ഹെഡ് എന്ന ഭാഗത്താണ്. ഹെഡ് എന്ന ഭാഗത്ത് നമ്മൾ ഇതിന് നൽകുന്നത് സ്റ്റൈൽ ടാഗിലാണ്. സ്റ്റൈൽ ടാഗിൽ STYLE സ്റ്റൈൽ /style ഈ ടാഗിനകത്ത് സ്റ്റൈൽ എന്ന ഈ ടാഗിനകത്ത് നമ്മൾ നൽകാൻ പോകുന്നത് ഇതിന് വേണ്ട div എന്ന ഒരു സ്റ്റൈലാണ്. അത് നിങ്ങളുടെ ബുക്കിൽ നൽകിയതുപോലെ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. div നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ബ്രാക്കറ്റ് എൻ്റടിച്ച് ടാബ് അമർത്തി വൃത്തിയായി നമുക്കിതിൽ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ അത് ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അതുപോലെ ടൈപ്പ് ചെയ്താലും വർക്ക് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത മാർജിൻ ലെഫ്റ്റിൽ 25% വേണം എന്ന് നൽകണം. മാർജിൻ ലെഫ്റ്റ് 25%. എത്രയാണോ പേജ് അതിൻ്റെ 25% വിട്ടതിന് ശേഷമാണ് മാർജിൻ വരേണ്ടത്. രണ്ടാമത് പാഡിംഗ് 1 പോയിന്റ് അതുപോലെ 16 പോയിന്റ് പാഡിംഗ് മുകളിൽ 1 പിക്സലും ലെഫ്റ്റ് ടോപ്പ് ആൻഡ് ലെഫ്റ്റ് 16 പിക്സലും. അപ്പോൾ div എന്നതിൽ പാഡിംഗ് കൊടുത്തു. പിന്നെ ഹൈറ്റ് 100 പിക്സൽ, ഹൈറ്റ് 1000 പിക്സൽ. ഇപ്പോൾ ഈ പേജിന് ഇവിടെ ഒരു സ്ക്രോളിംഗ് ഇല്ല, അതായത് 1000 പിക്സൽ ഇല്ല. നമുക്കിതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് റീലോഡ് ചെയ്യുന്ന സമയത്ത് മൊത്തം പേജിൻ്റെ 25% വിട്ടിട്ടായിരിക്കും ഈ അക്ഷരങ്ങൾ വരുന്നത്. ഈ പേജിൻ്റെ പിക്സലുകളുടെ എണ്ണം നമ്മളുടെ 1000 ആക്കിയതുകൊണ്ട് ഇതിന് സ്ക്രോളിംഗ് കൂടി വരുന്നു. റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ആകെയുള്ള പേജിൻ്റെ 25% വിട്ടതിന് ശേഷമാണ് ഇതിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഈ പേജിൻ്റെ ഇവിടെ സ്ക്രോൾ വന്നിട്ടുണ്ട്. അതായത് ഈ പിക്സലുകളുടെ എണ്ണം 1000 പിക്സൽസ് കൊടുത്തതുകൊണ്ടാണ് ഇതിവിടെ വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഈ പാഡിംഗ് മാറ്റുന്ന സമയത്ത് ഇവിടെ വരുന്ന വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. സേവ് ചെയ്ത് വർക്ക് ചെയ്യുക.